ഡോക്ടർ ജുനൈദ് റഹ്മാൻ, താങ്കൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഒരു അന്വേഷണം നടക്കണമെന്നുള്ളത്. നമ്മൾ എത്രയോ കാര്യങ്ങളിൽ അന്വേഷണം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ മാത്രം സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞാൽ പല കാര്യങ്ങളും താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. ഇപ്പോൾ കത്രിക വയറ്റിൽ വെച്ച് തുന്നിക്കെട്ടുന്നത്, കൂടാതെ ICU യൂണിറ്റിലെ പീഡനത്തെക്കുറിച്ച്, ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് കേട്ടിട്ടുണ്ട്. ചികിത്സാ പിഴവ് വേറെയും ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആകട്ടെ, ഏത് മെഡിക്കൽ കോളേജ് ആകട്ടെ, ഇത്തരം സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രങ്ങളെ ഒരിക്കലും അവിടെ നിന്നും കേൾക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന വാർത്തകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് എന്നൊരു ചീത്തപ്പേരിപ്പോൾ ആ ആശുപത്രിക്കുണ്ട്. ഇതിലൊക്കെ ഇതുപോലെ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുകയും അതിൽ നടപടി ഉണ്ടാകുമെന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ട് എന്തായി എന്നതിൻ്റെ ഒരു ചരിത്രം അവിടെ കിടപ്പുണ്ടല്ലോ. ഡോക്ടർ ജുനൈദ് റഹ്മാൻ, താങ്കൾ പറയുന്നുണ്ടായിരുന്നു ഒരു അന്വേഷണം ഇവിടെ നടക്കണം, അതിൽ കൃത്യമായി നടപടി ഉണ്ടാകണം, ശിക്ഷയുണ്ടാകണമെന്ന്. താങ്കൾ അത് പ്രതീക്ഷിക്കുന്നുണ്ടോ ആത്മാർത്ഥമായി? അതാണ് ആവശ്യം. അത് നടക്കോ ഇല്ലോ എന്നുള്ളത് അതിനുള്ളൊരു ഇച്ഛാശക്തി അധികാരികൾ കാണിക്കണം. അല്ലാതെ അന്വേഷണം പ്രഖ്യാപിച്ച് റിപ്പോർട്ട് മേടിച്ച് അതുകൊണ്ട് എവിടെയെങ്കിലും പൊടിയിൽ ഇടാമെന്നുള്ളതല്ല. ഏതൊരു കാര്യത്തിലും നമുക്ക് വേണ്ടത് ഒരു ഇച്ഛാശക്തിയാണ്. അത് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവം നടന്നു കഴിഞ്ഞാൽ ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഇപ്പോൾ അന്വേഷണം നടത്തുന്നവരുടെയും ഇതിൻ്റെ അധികാരികളുടെയും ഒക്കെ ആവശ്യമാണ്. ആർക്ക് വേണമെങ്കിലും ഇത് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരിക്കലും റിപ്പീറ്റ് ചെയ്യാതെ നമ്മളിപ്പം ഈ ഗവൺമെൻറ് തലത്തിൽ ഒരുപാട് അക്രഡിറ്റേഷൻ പ്രോസസ്സുകളും ഒക്കെ ഒരുപാടുണ്ട്. ആ അക്രഡിറ്റേഷൻ പ്രോസസ്സുകളിലൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതേപോലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് വീണ്ടും വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് കറക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ആക്ഷൻസ്, അത് എങ്ങനെ വീണ്ടും അത് കറക്റ്റ് ചെയ്ത് പ്രിവെൻറ്റീവ് ആക്ഷൻ ചെയ്യാം എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഗൈഡ് ലൈൻസ് എല്ലാത്തിനും ഉണ്ട്. അതനുസരിച്ച് വീണ്ടും ഇത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് അതെടുക്കുന്നതിനുള്ള ഇച്ഛാശക്തി കാണിച്ചേ പറ്റൂ. അല്ലാതെ താങ്കൾ പറഞ്ഞ കറക്റ്റാണ്. ഈ ഒരു അന്വേഷണം നടത്തി ആൾക്കാർ കണ്ണിൽ പൊടിയിടാനായിട്ട് എന്തെങ്കിലും അതല്ല ആവശ്യം. ഇത് വളരെ ദാരുണമായ സംഭവമാണ്. മനുഷ്യ ജീവിതം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനി റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ട എല്ലാ നടപടികളും അത് ആക്ഷൻ എടുത്തുകൊണ്ട് തന്നെ ഉണ്ടാകണം. അത് ഗവൺമെൻറ് അതിനുള്ള ഇച്ഛാശക്തി കാണിക്കുന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.